ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫാംപേയുടെ ഫ്രീ ആയിട്ട് നമ്മുടെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ്. 18 വയസ്സിന് താഴെയുള്ളവരാണ് നിങ്ങളെങ്കിൽ വെറും ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്രീ ആയിട്ടൊരു UPI പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പുതിയ മെത്തേഡാണ്, 2026 ഏറ്റവും പുതിയ മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇപ്പോൾ വെറും ആധാർ കാർഡ് മാത്രം മതിയാവും നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങൾ ഉപയോഗിക്കുന്ന നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണെങ്കിൽ നമുക്കിതിലേക്ക് പാൻ കാർഡിൻ്റെ ആവശ്യം കൂടി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 18 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വീഡിയോ ഉപകരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് സീറോ ബാലൻസിൽ മറ്റൊരു അക്കൗണ്ടാണ് വേണ്ടത് എങ്കിൽ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടാൽ മതി. നിങ്ങൾക്ക് സീറോ ബാലൻസിൽ നമ്മൾ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒരു ഫ്രീ ആയിട്ട് അക്കൗണ്ട് സീറോ ബാലൻസിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുമെന്നുള്ള വീഡിയോ നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്കൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിലൂടെ നമ്മൾ ഫാംപേയുടെ ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും പുതിയ മെത്തേഡിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. മറ്റ് സംശയങ്ങളെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിക്കൊണ്ട് ഫാംപേ എന്ന് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഫാംപേയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. 4.4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ 50 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഫാംപേ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പർ ആയിരിക്കണം നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആരോയിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കാം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് SMS വഴി ഇവിടെ വെരിഫിക്കേഷൻ ക്ലിയർ ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ. അപ്പോൾ നമുക്ക് ഇതുപോലെ പെർമിഷൻസ് വരും. ഇത് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ സിം വെരിഫിക്കേഷനാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ലൊക്കേഷൻ ആക്സസ് ആണ് കൊടുക്കേണ്ടത്. ഈ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ ഒരു സൈനപ്പ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി ബാക്കിയുള്ള അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഗെറ്റ് വെരിഫൈഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഡിജി ലോക്കർ വഴിയായിരിക്കും നമുക്ക് ഇതിൻ്റെ OTP വെരിഫിക്കേഷൻ ലഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലേക്ക് OTP വരും. ആ OTP നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കാണും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ 6 അക്ക ഡിജിറ്റ്, അതായത് നമ്മുടെ ഡിജി ലോക്കറിൻ്റെ 6 അക്ക ഡിജിറ്റ് ചോദിക്കും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഡൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന അലോ എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. നമ്മുടെ ഡിജി ലോക്കർ ഇവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ താഴെ കാണുന്ന പ്രൊസീഡ് എന്നതിലാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മൾ അഡ്രസ്സ് ഫുള്ളായിട്ട് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, ഈ ഒരു പ്രൊസീഡ് എന്നതിൽ നമ്മൾ ഈ ഒരു ടിക്ക് മാർക്കിൽ ടിക്ക് കൊടുത്തതിന് ശേഷം സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ഒരു പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ടേക്ക് എ സെൽഫി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. സെൽഫി വെരിഫിക്കേഷനാണ്. അതിൽ നമ്മൾ തൊപ്പിയോ കണ്ണാടയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്. അതില്ലാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സെൽഫി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്യാമറയിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫി എടുത്തിട്ട് ആ ഒരു വെരിഫിക്കേഷൻ കൂടെ നമ്മൾ കംപ്ലീറ്റ് ആക്കുക. ഇപ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി. മൂന്നാമതായിക്കൊണ്ട് സൈൻ ഇൻ ഡിജിറ്റലാണ്. അതായത് നമ്മളെ സൈൻ ഇവിടെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ കൃത്യമായിട്ട് സൈൻ കൊടുത്തതിന് ശേഷം കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. ആധാർ കാർഡ്, അതുപോലെ തന്നെ നമ്മുടെ സെൽഫി, അതുപോലെ തന്നെ നമ്മുടെ സിഗ്നേച്ചർ. അപ്പോൾ ഈ 3ഉം ഇതുപോലെ തന്നെ ഗ്രീൻ ടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അടുത്തായിട്ട് നമുക്ക് പുതിയൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, പെർമിഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതായത് നമ്മുടെ പാരൻറ്റിൻ്റെ പെർമിഷൻ നമുക്ക് പുതുതായിട്ട് വേണ്ടതുണ്ട്. അതായത് നമ്മുടെ ആരുടെയെങ്കിലും നമ്പർ, നമ്മുടെ അച്ഛൻ്റെയോ അമ്മയുടെയൊക്കെ നമ്പർ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആരതാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കോൺടാക്ട് നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ഫാദറിൻ്റെ നമ്പറാണ് കൊടുക്കുന്നത് എങ്കിൽ ഫാദറിൻ്റെ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മദറിൻ്റെതാണെങ്കിൽ അങ്ങനെ മദറിൻ്റെ നമ്പർ സെർച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഡൺ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണുന്ന സെൻഡ് OTP എന്ന ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നമ്പറിലേക്ക്, നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് OTP പോകും. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടില്ലേ, അതിനുശേഷം നമ്മുടെ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഇവിടെ വെരിഫൈഡ് ആയി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ, വെരിഫൈഡ് ആയിട്ടുണ്ട്.
നമുക്ക് താഴെ കാണുന്ന വ്യൂ ബെനിഫിറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. എന്തൊക്കെയാണ് ഈ ഒരു അക്കൗണ്ടിനകത്ത് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് UPI പേയ്മെൻറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെർച്വൽ കാർഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഫീയും നമുക്ക് ഇതിനകത്ത് ഈടാക്കുന്നില്ല എന്നിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും ബെനിഫിറ്റുകൾ ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. താഴെ കാണുന്ന ഡൺ എന്ന ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജിലേക്ക് വരും. താഴെ കാണുന്ന കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാംപേയുടെ അക്കൗണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അക്കൗണ്ട് നമുക്കിവിടെ ഓപ്പൺ ആയത് കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഗൂഗിൾ പേ റീചാർജിങ് ഉണ്ട്, ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ട്. അതായത് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 200 രൂപ ഫാംപേയിൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് ഓഫറുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫാംപേ അക്കൗണ്ടിലൂടെ നിങ്ങളുടെ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ UPI റീചാർജുകളും മറ്റ് ട്രാൻസാക്ഷനുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നടത്താൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ UPI നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് വ്യക്തികളുടെ UPI നമ്പറുകൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ക്യാഷ് അയക്കാൻ വേണ്ടി സാധിക്കും. മറ്റെല്ലാ കാര്യങ്ങളും നമ്മുടെ UPI ആപ്ലിക്കേഷനിലൂടെ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫാംപേയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും Bye.